ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ഡലി മാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളെ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ ചുട്ടതിന് ബാക്കി മാവ് വരൂലേ, അപ്പം നമ്മൾ അത് ഫ്രിഡ്ജിലൊക്കെ വെക്കൽ. അത് വെച്ച് നമുക്ക് അടിപൊളി സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ഇഡലി മാവാണ് എടുത്തത്. ഇഡലി മാവിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 തണ്ട് കരിവേപ്പില, അതും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക്, അതും ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ പോലെ ചെറിയ ജീരകം, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഓൾറെഡി ഞാൻ മാവ് അരക്കുന്ന ടൈമിന് ഉപ്പ് ഇട്ടത് കൊണ്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ ഇട്ടത് കാരണം കുറച്ച് ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ കുറച്ച് ലൂസാണെന്നുള്ളത്. അപ്പോൾ ഇനി ഇത് തിക്കാവാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ പുട്ടിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ പോലെ പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ ബാക്കി ബാറ്ററും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഇഡലി മാവ് കൊണ്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം രാവിലെ ഇഡലിയൊക്കെ ചുട്ടതിൻ്റെ ബാക്കി മാവ് വന്നാൽ വൈകുന്നേരം ചായക്ക് ഇതുപോലത്തെ ഒരു സ്നാക്സ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസ് പറയും വേണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ.